പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാകുന്ന മണ്ഡലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മഞ്ചേശ്വരം നമുക്ക് ഒഴിവാക്കാനാകില്ല. അവിടെയും ഇത്തവണ ശക്തമായ പോരാട്ടത്തിന് കളമൊരുങ്ങും. NDAയുടെ A ക്ലാസ് മണ്ഡലമായ മഞ്ചേശ്വരത്ത് സംസ്ഥാന നേതാക്കൾ മത്സരിക്കണമെന്നാണ് BJP ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി പറഞ്ഞത്. നിലവിൽ ML അശ്വിനി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതിനെ ചൊല്ലി ഭിന്നത രൂക്ഷമാക്കുന്നതിനിടയിലാണ് അവരുടെ പ്രതികരണം. UDF-നായി ഇത്തവണയും AKM അഷ്റഫ് തന്നെ മത്സരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കിൽ UDF-നാണ് മണ്ഡലത്തിൽ ലീഡ്. നമുക്കാദ്യം ML അശ്വിനി പറഞ്ഞത് കേൾക്കാം. ഇവിടെ A ക്ലാസ് മണ്ഡലമാണ്. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞെങ്കിൽ ഇവിടെ മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യുവൻസിയിലും അതേപോലെ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യുവൻസിലും സ്റ്റേറ്റ് ഫിഗേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് മത്സരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് സ്റ്റേറ്റ് ആൾക്കാർ അങ്ങനെ വന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ജയിക്കാൻ സാധിക്കുന്ന പോസിബിലിറ്റീസ് കൂടുതലാണ്. അപ്പോൾ വിന്നിങ് എബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ്സ് വന്നിട്ട് മത്സരിക്കണം എന്ന് എൻ്റെ കൂടി അഭിപ്രായമാണ്. ബിക്കോസ് നമുക്ക് ഈ പ്രാവശ്യം എന്തെങ്കിലും നമുക്ക് മഞ്ചേശ്വര കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു MLA BJPക്ക് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവളാണ്. തീർച്ചയായിട്ടും ജില്ലാ പ്രസിഡന്റിനോട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഈ അഭിപ്രായങ്ങൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും. അരുൺ പൂപ്പറമ്പയാണ് ചെയ്തത്. അരുൺ, മഞ്ചേശ്വരം എന്നും BJPയുടെ കോൺഫിഡൻസ് ഉള്ള ആത്മവിശ്വാസം നൽകുന്ന മണ്ഡലമാണ്. ML അശ്വിനിയെ വീണ്ടും മത്സരിപ്പിക്കുന്നതിൽ ചെറിയ ഭിന്നതകളുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? പക്ഷേ AKM അഷ്റഫിനെ തോൽപ്പിക്കുക എന്നത് അത്ര എളുപ്പമാകുകയുമില്ല, അല്ലേ? വിനീത തീർച്ചയായും സൂചിപ്പിച്ച പോലെ തന്നെ 855 വോട്ടുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ സീറ്റ് നഷ്ടമായത്. കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് 855 വോട്ടുകൾക്കാണ്. ഇത്തവണ മഞ്ചേശ്വരം മണ്ഡലം പിടിക്കാനാകുമെന്നൊരു ആത്മവിശ്വാസം BJP നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, NDAക്കുണ്ട്. എന്നാൽ അതിനിടെയാണ് ചില പ്രശ്നങ്ങൾ, ഭിന്നതകൾ BJPയിൽ രൂപപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാനമായും BJPയുടെ ജില്ലാ അധ്യക്ഷയായിട്ടുള്ള ML അശ്വിനിയുടെ പേര് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉയർന്നു കേട്ടിരുന്നു. അതിൽ പ്രധാനമായും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മത്സരിച്ച ML അശ്വിനിയാണ്. ML അശ്വിനിക്ക് ഈ മണ്ഡലത്തിൽ വോട്ട് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലൊക്കെ സ്വാധീനം ചെലുത്താൻ ML അശ്വിനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു അനുകൂല സാഹചര്യമായി ML അശ്വിനിക്ക് വരികയും സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടും എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. അതിലൊരു വിഭാഗം വലിയ ഭിന്നത അല്ലെങ്കിൽ അത്തരത്തിൽ എതിർപ്പുമായി രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിലൊരു പ്രതികരണമാണ് അല്ലെങ്കിൽ അത്തരമൊരു പശ്ചാത്തലമുണ്ട്. അതിനിടെയാണ് ML അശ്വിനി സംസ്ഥാന നേതാക്കൾ തന്നെ മഞ്ചേശ്വരത്ത് വരണം എന്നൊരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ A ക്ലാസ് മണ്ഡലമാണ്. മലബാറിൽ അവർ വിജയിച്ചു വരുമെന്ന് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മണ്ഡലം മഞ്ചേശ്വരം തന്നെയാണ്. എന്നാൽ വിനീത സൂചിപ്പിച്ച പോലെ അത് ഇത്തവണ അത്ര എളുപ്പമാകുമെന്ന് കരുതേണ്ടതില്ല. കാരണം എതിരാളി അത്രത്തോളം ശക്തനാണ്. കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല. പ്രത്യേകിച്ച് UDF വിലയിരുത്തുന്നത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിലൊന്ന് AKM അഷ്റഫിന്റെ സാന്നിധ്യം തന്നെയാണ്. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയ ജനകീയമായിട്ടുള്ള ഇടപെടൽ AKM അഷ്റഫിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് ഗുണം ചെയ്യുമെന്നാണ്. പ്രത്യേകിച്ച് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ ശിരൂർ ദുരന്തഘട്ടത്തിലൊക്കെ അവിടെ എത്തി ആദ്യാവസാനം ഇടപെടൽ നടത്തിയത് AKM അഷ്റഫാണ്. അതൊക്കെ മണ്ഡലത്തിൽ ചർച്ചയാകുന്നുണ്ട്. മറ്റൊന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കാണ്. 10,000-ഓളം വോട്ടിന്റെ ലീഡ് നിലവിൽ മണ്ഡലത്തിലുണ്ട് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇതെല്ലാം അനുകൂല ഘടകങ്ങളാണ് എന്ന് UDFും വിലയിരുത്തുന്നു. BJPയെ സംബന്ധിച്ച് ഇപ്പോൾ ML അശ്വിനി എന്ന പേര് പരിഗണിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ സംസ്ഥാന നേതാക്കൾ തന്നെ വേണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ചു കഴിഞ്ഞാൽ A ക്ലാസ് മണ്ഡലത്തിലേക്ക് അത്തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ വന്നാൽ വാശിയേറിയ പോരാട്ടത്തിനായിരിക്കും മഞ്ചേശ്വരത്ത് കളമൊരുങ്ങുക. ഇതിൽ CPMന്റെ വോട്ട് കൂടി നിർണായകമാകും. ഏതെങ്കിലും രീതിയിൽ CPM ക്രോസ് വോട്ടിംഗ് തലത്തിൽ അത്തരത്തിലുള്ള മുൻകാലത്ത് അത്തരം കണക്കുകളൊക്കെ പുറത്ത് ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്രോസ് വോട്ടിങ്ങിന്റെ സാന്നിധ്യം ഉണ്ടാകും അല്ലെങ്കിൽ സാധ്യത ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ അതിർത്തി മേഖലയിലൊക്കെ CPMന് സ്വാധീനമുള്ള പോക്കറ്റുകൾ ഉണ്ട്. വിനിത, അതാണ് അരുൺ പൂപ്പറമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ചേശ്വരത്തേതായാലും പോരാട്ടം കടുക്കുക തന്നെ ചെയ്യും. ആരാകും മത്സരരംഗത്തിറങ്ങുക എന്ന് ചോദിച്ചാൽ AKM അഷ്റഫ് അദ്ദേഹം മണ്ഡലം ഉറപ്പിക്കുന്നുണ്ട്. ML അശ്വിനി എത്തുമോ അതോ പാർട്ടിയിലെ പോര് ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നറിയണം.